കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 18, 35 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസ്രായന യേശു കടന്നുപോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു അവനെ തൻ്റെ അടുത്ത് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശ്വാസ ജീവിതം നയിക്കേണ്ടതിൻ്റെയും വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയുടെയും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട അതിശക്തമായ പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. ഇതിൻ്റെ ആരംഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു അന്ധയാചകൻ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ബർത്തമിയൂസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അന്ധയാചകൻ വഴിയോരത്തിരുന്ന് ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വല്ലാത്തൊരു ഒച്ചപ്പാട് ബഹളമൊക്കെ കേട്ട് ചോദിച്ചു, ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളാണെങ്കിലും സ്വാഭാവികമായിട്ട് അത് ചോദിക്കും. അപ്പോൾ ആരോ പറഞ്ഞ, നസ്രായനായ യേശു കടന്നു പോവുകയാണ്. ശ്രദ്ധിക്കണേ, ഇവന് കണ്ണ് കാണത്തില്ല, യേശുവിനെ ഇന്നുവരെ കണ്ടിട്ടില്ല, പക്ഷെ അവൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൻ, ദാവീദിൻ്റെ പുത്ര നസ്രായന യേശുവേ, എന്നിൽ കനിയണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞ് കരയേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു മനുഷ്യനാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിനു മുമ്പ് അവൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. യേശുവിനെ കുറിച്ച് ഇന്നലകളിൽ ആരൊക്കെയോ പറഞ്ഞും അന്വേഷിച്ചും അവിടെ നടന്നിട്ടുള്ള അത്ഭുതങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ഇവൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇനി എന്താ സംഭവിച്ചേ? ഇവൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെ മുമ്പിലൂടെ കർത്താവ് കടന്നു പോകുന്നു എന്ന് കണ്ടപ്പോൾ അവൻ കർത്താവിനെ വിളിച്ചു. ഇത് വിശ്വാസത്തിൻ്റെ ആദ്യപടിയാണ്. എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ എല്ലാ പ്രശ്നങ്ങളുടെ വേളകളിലും കർത്താവ് നമ്മുടെ കൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ മുമ്പിലൂടെ, ആ പ്രശ്നത്തിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ പലരും വിശ്വാസത്തോടെ കർത്താവിനെ വിളിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വിശ്വാസത്തോടെ ആ പ്രശ്നത്തെ അപ്രോച്ച് ചെയ്യാത്തത് കൊണ്ടാണ്. എൻ്റെ കർത്താവ് എൻ്റെ കൺമുമ്പിലൂടെ ഈ പ്രതിസന്ധിയിലെയും ഈ സങ്കടങ്ങളുടെയും ഈ കഷ്ടപ്പാടിൻ്റെയും ഈ ദാരിദ്ര്യത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഒറ്റപ്പെടലിൻ്റെ ഒക്കെ അനുഭവത്തിൻ്റെ നടുവിലും എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് വിശ്വാസത്തിൽ അംഗീകരിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നും അന്ധരായിട്ട് കടന്നു പോകുന്നത്. ഇന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരമില്ലാത്ത, ഇന്ന് നിരാശപ്പെട്ടും ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടൊക്കെ ജീവിതം തള്ളി നീക്കുന്നതിന് കാരണം കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. പക്ഷെ ഇവൻ ചെയ്ത് തന്നെ, ഇവന് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എങ്കിലും കേൾവിയിലൂടെ ഇന്നലകളിൽ അവൻ ആർജിച്ചെടുത്ത ആ വിശ്വാസത്തിൽ അവൻ കർത്താവിനെ വിളിച്ചു. ഞാനിന്ന് അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിവുള്ളവൻ എൻ്റെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. ആ വിശ്വാസം അവനുണ്ടായിരുന്നു. ആ വിശ്വാസത്തിലാണ് ഇവൻ വിളിക്കുന്നത്. ഇനി
ഇവനവൻ്റെ വിശ്വാസം ഏറ്റുപറയാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ചെന്നാ, ദാവീദിൻ്റെ പുത്ര ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം തുടങ്ങിയപ്പോൾ ചുറ്റുമുള്ളവരൊക്കെ പറഞ്ഞു മിണ്ടായിരിക്കണം പറഞ്ഞു, ഒച്ചപ്പാടുണ്ടാകാൻ മിണ്ടായിരിക്കാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ അയ്യോ എല്ലാവരും അങ്ങനെയൊക്കെ പറയുന്നത് വെച്ചാൽ മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, ഞാൻ എൻ്റെ വിശ്വാസ ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നു, പരിഹസിക്കുന്നു, എനിക്ക് അതുകൊണ്ട് ഞാനെല്ലാം അവസാനിപ്പിക്കുക. എൻ്റെ പ്രാർത്ഥനാ ജീവിതം തുടങ്ങിയപ്പോൾ, വിശുദ്ധ ജീവിതം തുടങ്ങിയപ്പോൾ വല്ലാത്ത പ്രശ്നങ്ങളാണ്, വല്ലാത്ത പ്രതിസന്ധികളാണ് ചുറ്റുപാടിൽ നിന്ന്, അതുകൊണ്ട് ഞാനെല്ലാം അവസാനിപ്പിക്കുക. ഇതാണ് സ്വാഭാവികമായിട്ട് നമ്മളെടുക്കുന്ന നിലപാട്. പക്ഷെ ഇവനും ചെയ്ത് തന്നെ ഇവൻ്റെ വിശ്വാസ ജീവിതത്തിന് ചുറ്റുപാടിൽ നിന്നും വിശ്വാസം ഏറ്റുപറയുന്നതിന് പ്രതിസന്ധി ഉണ്ടായപ്പോൾ, അസ്വസ്ഥതകൾ ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ അവൻ ആ പ്രതിസന്ധിക്കും ഉപരിയായി ദൈവത്തെ വിളിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾക്കും ഉപരിയായി നിൽക്കുന്ന ഒരുവൻ്റെ നിലവിളിയാണ് ശരിക്കും വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. എന്തെല്ലാം പ്രശ്നം ചുറ്റുപാടുണ്ടായാലും, ഏതൊക്കെ രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടായാലും, ഏതൊക്കെ രീതിയിൽ ചുറ്റുപാടിൽ ഞെരുക്കങ്ങൾ നേരിടേണ്ടി വന്നാലും, ഇതിനൊക്കെ ഉപരിയായിട്ട് അവൻ വിശ്വാസം പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ അവൻ ഉയർത്തെഴുന്നേറ്റ് അതിനുപരിയായിട്ട്. മനുഷ്യൻ്റെ വാക്കുകളൊന്നും ഇവനെ തളർത്തിയില്ല, മനുഷ്യൻ്റെ പ്രവൃത്തികളൊന്നും ഇവൻ്റെ വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയാൻ ശക്തമായിരുന്നില്ല. അല്ലെങ്കിൽ എല്ലാം അവസാനിപ്പിച്ചേക്കാം, എല്ലാം നിർത്തിയേക്കാം എന്നുള്ള ഒരു നെഗറ്റീവ് ആലോചന ഒന്നും മനസ്സിലേക്ക് കൊണ്ടുവന്നില്ല. മറിച്ച് ഇവനെന്താ ചെയ്തത്? ഇവൻ ഈ പ്രശ്നത്തിൻ്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും ചുറ്റുപാട് അടിച്ചമർത്താൻ, അവനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിശബ്ദനാക്കാൻ ശ്രമിച്ചപ്പോഴും അതിനു ഉപരിയായി അവൻ്റെ വിശ്വാസം അവൻ പ്രഖ്യാപിച്ചു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ നിരന്തരമായി ചുറ്റുപാടിൽ നിന്ന് നേരിടുന്ന നമ്മുടെ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രതിസന്ധികളുണ്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ഇന്നലകളെക്കാളും അതിശക്തമായ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രതിസന്ധികൾ ചുറ്റുപാടിൽ നമ്മൾ നേരിടുന്നുണ്ട്. നമ്മുടെ പല കുട്ടികളും പ്രത്യേകിച്ച് യുവജനങ്ങളെ കൊണ്ടുവരുമ്പോൾ, അച്ഛൻ എനിക്ക് വിശ്വാസമൊന്നുമില്ല, ഞാൻ നിരീശ്വരവാദിയാണ്, എനിക്ക് ദൈവത്തോട് ബന്ധമൊന്നുമില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് എത്തി നിൽക്കുന്നതിൻ്റെ പിന്നിൽ പോലും നമ്മൾ അവരെ ഇരുന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള ചില നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുമായിട്ട്, ചില സ്വതന്ത്ര ചിന്തയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി അവരുടെ മൈൻഡ് അന്ധത ബാധിച്ചിരിക്കുക, മനസ്സന്ധമായി ഉണ്ടെന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ചുറ്റുപാടും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ശക്തമായ രീതിയിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നതിന്, ഏറ്റുപറയുന്നതിന് ശക്തമായ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും നേരിട്ടുകൊണ്ടാണ് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സൈലൻസ് ചെയ്യാൻ, നമ്മളെ നിശബ്ദരാക്കാൻ ചുറ്റുപാടും പരിശ്രമിക്കുമ്പോഴും ആ നിശബ്ദനാക്കാൻ എത്രമാത്രം അവർ പരിശ്രമിച്ചോ അതിനേക്കാളും ഉച്ചത്തിൽ അവനവൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചു എന്നാണ് സുവിശേഷം പറയുന്നത്. ഇത് ശരിക്കും ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഒരു മാതൃക കൂടിയാണ്. ഇനി അതിലവൻ നിന്നില്ല, കർത്താവ് അവനെ വിളിച്ചു, അവൻ്റെ ശബ്ദം കേട്ട് കർത്താവ് വിളിച്ചു, എന്ത് വേണമെന്ന് വിവരിച്ചു. അവൻ പറഞ്ഞു എനിക്ക് എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടണം. കർത്താവ് പറഞ്ഞു നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. രക്ഷിക്കുന്ന വിശ്വാസത്തോടു കൂടി അവൻ പ്രാർത്ഥിച്ചത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവൻ ആ രക്ഷയുടെ അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ പിന്നാലെ പോയി എന്നാണ് പറയുന്നത്. വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പുലർത്തേണ്ട മനോഭാവമാണ് അവൻ നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ സഞ്ചരിച്ചു. ഉണ്ടോ? ഈ രക്ഷയുടെ അനുഭവം ഒരു ദൈവ പൈതൽ അനുഭവിച്ച് കഴിയുമ്പോഴാണ് വിശ്വാസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ നിലനിൽപ്പുണ്ടാകുന്നത്. ഒരു ദൈവ പൈതൽ വ്യക്തിപരമായി ഈ രക്ഷയുടെ അല്ലെങ്കിൽ രക്ഷിക്കുന്ന വിശ്വാസം സ്വന്തമാക്കി കഴിയുമ്പോൾ, എൻ്റെ യേശുക്രിസ്തുവിലൂടെ, അവൻ്റെ കാൽവരി യാഗത്തിലൂടെ, അവൻ്റെ ക്രൂശീകരണത്തിലൂടെ എനിക്ക് രക്ഷ നേടിത്തന്നു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നവരാണ് പിന്നെ ആ വിശ്വാസ ജീവിതം തുടരുന്നത്. ആ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നതും അത് ഏറ്റുപറയുന്നതും അതിൽ സ്ഥിരത പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പിഞ്ചെല്ലാൻ തയ്യാറാകുന്ന ഒരു ധൈര്യവും കരുത്തും കിട്ടുന്നത് ഈ രക്ഷിക്കുന്ന വിശ്വാസം ഹൃദയം കൊണ്ട് സ്വന്തമാക്കാൻ പറ്റുമ്പോഴാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട ആലോചനകൾ പരിശുദ്ധാത്മാവ് ഈ സുവിശേഷത്തിലൂടെ നമുക്ക് തരുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ പുനഃപരിശോധിക്കാനും, നിസ്സാര കാര്യങ്ങളുടെ മീതെ നമ്മുടെ വിശ്വാസം ക്ഷയിക്കുമ്പോൾ, തകർന്നു പോകുമ്പോൾ ഈ അന്ധയാചകൻ നമ്മുടെ വിശ്വാസ ജീവിതത്തിനൊരു മാതൃകയാക്കി സ്വീകരിച്ചുകൊണ്ട്
അനുദിന ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.